ദാസന്മാരിൽ കൂടി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പല ഭാഗങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അതെല്ലാം ദൈവിക ദൂതുകളായിരുന്നു. എന്നാൽ അതിൽ ഒരു ഭാഗം മാത്രം ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അതിൽ നിന്ന് കേട്ടത്, സന്തോഷിക്കുന്നവരുടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കരയുകയും. തണുത്തത് ഒരു മനുഷ്യൻ, ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കാണ്. അതായത്, ഇനി നമുക്ക് മേലാൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾ കാണാൻ പോകണ്ട. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തമ്മിൽ ഗുസ്തി, റെസ്ലിംഗ് അവർ കാണാൻ പോകാറുണ്ട്. അത് വേണ്ട, അതിന് മേലെ നമുക്ക് പോകണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഭർത്താവ് ചോദിച്ചു. വേണ്ട, തിരിച്ചു വരുമ്പോ സന്തോഷമായിട്ട് നമ്മൾ പോകും. തിരിച്ച് മരിച്ച വീട്ടിൽ പോകുന്നത്, സ്വന്തപ്പെട്ടവർ മരിച്ച വീട്ടിൽ പോകുന്ന പോലെയാണ് നിങ്ങൾ മുഖം ഇരിക്കുന്നു. എന്തിനാ നമ്മൾ അങ്ങനെ പോകുന്നത്? നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിങ്ങനെയാകേണ്ട കാര്യമുണ്ടോ? അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. അങ്ങനെ അവസാനം ഈ ദേഹം ഒരു ലളിത, ഒരു ലോലഹൃദയം എന്നൊക്കെ പറയുന്ന പോലെ ലളിതനായ ഒരു മനുഷ്യനാണ്, ലളിതമായൊരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം എവിടെ ചെന്നാലും, എവിടെ ഏത് മത്സരം കണ്ടാലും അദ്ദേഹം അതില് ആ ജയിക്കുന്ന ആളോട് കൂടെ സന്തോഷിക്കാൻ അല്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ തോറ്റ്, ശകലം ബുദ്ധിമോശം കൊണ്ട് തോറ്റു സമ്മാനം നഷ്ടപ്പെടുന്ന ആ ആളുടെ കൂടെ. എന്നാ അത് ഒരു പ്രാവശ്യമാണെങ്കിൽ വേണ്ടില്ല, 2 പ്രാവശ്യമില്ല, എവിടെ ചെന്നാലും ഇത് തന്നെ. തുടക്കത്തിൽ പോകുന്നതിന് മുമ്പ് ഇതറിയുമ്പോ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമായിട്ടാണ് കളി, നമ്മൾ കളിക്ക് കാണാൻ പോവുക. ഏത് പക്ഷാ அவங்க പറഞ്ഞു, മുപ്പത്തേനെ. അത് പറയില്ല, അത് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അവിടെ തിരിച്ചു വരുമ്പോ ഇതേ സംഭവം. എന്താ കാരണം? അദ്ദേഹത്തിന് പക്ഷമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം ആരുടെ കൂടെയാണ്? ദുഃഖിക്കുന്നവരോട്. ആ ദുഃഖിക്കുന്നവരുടെ ദൈവസഭയുടെ വേദനയാണ് ഒറ്റ വാക്കിരുന്ന് കർത്താദാസൻ കൂടി നമ്മൾ കേട്ടത്. ലോകം മുഴുവനും നമ്മൾ വായിക്കുന്നു, പേപ്പർ വായിക്കുന്നു. ഞാൻ വായിക്കാനും നമുക്ക് പറ്റില്ല. അവിടെ ഗാസയിലും ഇവരിന്ന് ഈ ഹമാസും ഒക്കെ തട്ടിക്കൊണ്ട് പോയ ആ കുഞ്ഞുങ്ങളോട് ചെയ്തതും ഈ കാര്യം നമുക്ക് വായിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ ജയിക്കുന്നവരുണ്ട്. ആ അത്രയും വലിയ ഹീനതയിലും അവിടെ ജയിക്കുന്നവരോട് കൂടെ നിന്ന് എന്താ അട്ടഹാസം, ഡാൻസ് ചെയ്യുക, സമ്മാനം കൊടുത്തയക്കുക, അങ്ങനെ തമ്മിൽ വലിയ സന്തോഷമെല്ലാം അനുഭവിക്കുക. പക്ഷെ അനേകർ സന്തോഷിക്കുന്നു, അനേകർ ദുഃഖിക്കുന്നു, കുറെ പേർ ദുഃഖിക്കുന്നുമുണ്ട്. ശരി, പക്ഷെ ഇത് മുഴുവൻ ചെന്ന് കൊള്ളുന്നത് എവിടെയാണെന്നറിയോ? ഇത് മുഴുവൻ ചെന്ന് കൊള്ളുന്നത്, അതാണ് ദൈവത്തിന്റെ കാര്യം പറഞ്ഞത്. സോദോം ഗോമോറയിൽ ഈ അക്രമവും ഈ അതിക്രമവും ഈ ദുഷ്ടതയും ഈ രക്തച്ചൊരിച്ചിലും എല്ലാം നടക്കുമ്പോഴും ഇത് എല്ലാവരും അങ്ങനെ അങ്ങ് പോകും. പക്ഷെ നമ്മൾ ചെന്ന് കൊള്ളുന്ന ഒരു സ്ഥലമാണ് എവിടെയാ? ലോകത്തിന്റെ ഹൃദയത്തിലാണ്. ഇതുപോലെയാണ് ഇന്ന് ലോകത്തിൽ ദൈവത്തിന്റെ സഭ. ലോകത്തിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളും, എല്ലാ ദോഷങ്ങളും എല്ലാം അത് മനുഷ്യനാണ്, ലോകമാണ്. നിങ്ങളതിന് ദുഃഖിച്ചിട്ടോ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. അത് നടക്കും. അന്ത്യകാലത്ത് ഇതുള്ളതാ, വേദപുസ്തകത്തിലുള്ളതാ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ അവർക്ക് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയില്ല. അവർക്ക് കാരണം
ആ വസ്തുതയ്ക്ക് നേരെ അവർക്ക് അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്. ഒരു യാത്ര പോവുക. ഇവിടുന്ന് പോകുമ്പോ അവിടുന്ന് കോട്ടയത്തുപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനപ്പുറത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ കുരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഗേറ്റഡ് അതിന് തൊട്ടപ്പുറത്ത് കശാപ്പുണ്ട്. അതൊരു മതിലിന്റെ അപ്പുറത്താണ്. ബസ്സിലിരിക്കുന്നവർക്ക് പൊക്കത്തിരിക്കുന്നവർക്ക് കാണാം. അപ്പൊ ഒരു സ്ത്രീ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. തൊട്ടുപുറത്തൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ഇരിപ്പുണ്ട്. PWD ആണ്, വാട്ടർ അതോറിറ്റിയുടെ ആണ് ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരാൾ ഇരിപ്പുണ്ട്. അതിന് പുറത്താണ് ഇരിക്കുന്നത്. നേരെ അപ്പുറത്തേക്ക് നോക്കുമ്പോ ഗേറ്റ് അടച്ചത് കൊണ്ട് വണ്ടി അവിടെ നിർത്തി. അപ്പൊ അപ്പുറത്ത് പുല്ലുകൊണ്ട് വളർന്നു നിൽക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ എത്തി നോക്കുമ്പോ അവിടെ ഒരു പശുവിനെ കശാപ്പ് ചെയ്ത് കഴുത്ത് കണ്ടിച്ച് ഇട്ടതിന് ശേഷം നേരെ പൊളിച്ച് അതിന് ശേഷം അതിന്റെ അകത്തിരിക്കുന്ന കുടൽമാലയെല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുന്ന ഒരു രംഗമാണ്. ഇയാളത് കണ്ടിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് മാറിയിരുന്നു. തൊട്ടപ്പുറത്ത് അവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് വേറൊരാൾ കേട്ടതിന് ശേഷം വളരെ കൗതുകത്തോടു കൂടി താല്പര്യപൂർവ്വം, കാരണം അതിന് പോട്ടിക്ക് എത്ര രൂപയായിരിക്കും, അത് ഇത് നല്ല സാധനമാണല്ലോ, അതൊക്കെ കണ്ട് വളരെ സന്തോഷം, വളരെ ഇതോട് കൂടി എന്ന് വെച്ചാൽ അതല്ല അങ്ങ് തിരിഞ്ഞു. ഈ സ്ത്രീ എഴുന്നേറ്റ് ഇത് കണ്ടില്ല, പൂന്നൊരു ഒച്ച കേട്ടു. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ ലോകത്തിൽ ദൈവസഭയായിട്ട് ഒരുവനുണ്ടോ, അവൻ ഇവിടെ ഈ ലോകത്തിൽ എന്റെ ജീവിതം കർത്താവെ ഇതൊന്ന് പൂർത്തിയാക്കി കൊണ്ടുപോയാൽ മതി. ഈ ഒരു ചിന്തയല്ലാതെ വേറൊരു ആഗ്രഹം ഇവിടെ ഇല്ല. കാരണം എവിടെ പോയിരുന്നാലും എല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു വകയുണ്ട്, ദുഃഖിക്കാൻ ഒരു വകയുണ്ട്. പക്ഷെ എവിടെ ചെന്നാലും ദുഃഖിക്കാനുള്ള ഒരൊറ്റ വക ഈ ഒറ്റ കൂട്ടർക്കേ ഉള്ളൂ. ആർക്കാണ്? ദൈവസഭയിൽ ഒരു ശ്രേഷ്ഠ ഭാഗമുണ്ട്. കർത്താവ് സ്തോത്രം. ദൈവസഭയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൂട്ടം, അതാണ് ആ പവിത്രമായ കൂട്ടത്തെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല. ആ ഒരു കൂട്ടം ദൈവത്തിന്റെ സഭയിൽ വിശിഷ്ടമായ ഒരു ഭാഗമുണ്ട്. ഇത് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അവർ വലഞ്ഞാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേപ്പർ എടുക്കുന്നു, വാർത്ത കേൾക്കുന്നു, അതിൽ മനസ്സിലാക്കുന്നു. അത് എന്ത് ചെയ്യാൻ? ലോകം അങ്ങനെയാ, ലോകം അങ്ങനെയാ. അതിന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പോയേ പറ്റുമോ? ഇതെല്ലാം ശരിയാണ്. പക്ഷേ ദൈവത്തിന്റെ സഭയ്ക്ക്, ഈ പറഞ്ഞ കൂട്ടർക്ക്, ലോത്തിന് അങ്ങനെ ഒഴിയാൻ സാധിക്കില്ല. ലോത്തിന് ചെവി വേറെ ഒന്നും കേൾക്കുകയില്ല. അവിടെ ഒന്നും ഉത്സവമുണ്ട്, വളരെ സദ്യയുണ്ട്, പെരുന്നാളുണ്ട്. അവിടെ എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണവും സൗജന്യമായിട്ട് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ലോത്ത് അത് കേൾക്കില്ല. ലോത്ത് പേടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ദുർവർത്തമാനമാണ് ഇന്ന് എന്റെ ദൈവമേ എന്നിലേക്ക് വരുന്നതെന്ന്. സ്വകാര്യമാണ്, സ്വകാര്യമാണ്. അത് വേറെ ആൾക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെയുള്ളവരെ പുറത്തൊരു മനുഷ്യന് അറിയില്ല. ഇങ്ങനൊരു കൂട്ടം ഈ ലോകത്തുണ്ട്. അതിലൊരാളെ കണ്ടെത്തുമ്പോഴാണ് നമ്മളുടെ ഹൃദയം, നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യനായിട്ടുള്ളവരുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുമ്പോഴാണ്. എന്നാൽ അത് ഇന്ന് അത് വെളിപ്പെടാതിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സകല ലോകത്തിന്റെയും മനോഹര വസ്തു, ഒരു മനോഹര വസ്തുവാണ് ഈ കൂട്ടം എന്ന് പറയുന്നത്. ആ മനോഹര വസ്തു ഇതിങ്ങനെ നാൾ തോറും ഈ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ഉണ്ട്. നമ്മൾ കേൾക്കാറില്ലേ? പ്രസംഗത്തിലൊക്കെ, എന്നാ ഞാൻ പ്രസംഗം കേട്ടല്ലോ, ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളവർ, കർത്താവ് വന്നാൽ ഇപ്പൊ അങ്ങ് പറന്നു പോകുന്നുള്ളവർ ഒന്ന് കൈപൊക്കിക്കേ. ചിലർ 2 കൈ പോകും, ചില അമ്മച്ചിമാരൊക്കെ 2 കൈ പോകും. പ്രത്യാശ കൊണ്ട അനേകര്, ഒരു സംശയമില്ല, കർത്താവ് വരും, ഞാനങ്ങ് പോകും, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ പോകുന്നവന് അടിസ്ഥാനമായി ഒരു ക്വാളിറ്റി ദൈവം കണ്ടിട്ടുണ്ട്. അവന് ഈ
നരകതുല്യമായ ഈ ജീവിതത്തിൽ നിന്നും ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ ലോകത്ത് നരകതുല്യം എന്ന് പറയാമോ? ശ്രദ്ധിച്ചു നോക്ക്, ശ്രദ്ധിച്ചു നോക്കണം. അനുദിനം ഈ ലോകത്ത് നടക്കുന്ന അനുഭവങ്ങളും സംഭവങ്ങളും അവിടുത്തെ നടക്കുന്ന അനീതികളും ദുഷ്ടതകളും ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. മനസ്സിലാകും ഈ കൂട്ടം വലഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ഈ അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് തന്റെ ദൂതനെ അയച്ചത് അങ്ങോട്ടാണ്. തന്റെ ദൂതനെ അയച്ചത് അങ്ങോട്ടാണ്. കാരണം അവന്റെ നീതിയെ വെളിപ്പെടുത്താൻ. അവന്റെ ഭവനത്തിൽ ചെന്ന് വഴിയിൽ ചെന്നു. വഴിയിൽ രണ്ടുപേര് അപരിചിതത്തിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങള് വഴിപോക്കരെ എവിടെ വന്നിരുന്നതാ. അയ്യോ, ഇവിടെ ഇരിക്കല്ലേ, എന്റെ വീട്ടിൽ സ്ഥലമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാ. അവരാദ്യം മടിച്ചെങ്കിലും നിർബന്ധിച്ചിട്ട് അത് വേണ്ട, ഈ വഴിയിൽ കിടക്കണ്ട. കാരണം കാരണം പറഞ്ഞല്ലോ, ബാക്കി ആർക്കും ആ വഴി കിടന്ന് ചത്താൽ ആർക്കും പ്രശ്നമില്ല. പക്ഷെ നാളെ അവരാ വഴി കിടന്ന് ചത്തു കഴിഞ്ഞാൽ ലോകത്തിന് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. ലോകത്തിന് പിന്നെ വേദന കുറഞ്ഞിട്ട് സമയമില്ല. അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ വിളിച്ച് കൊണ്ടുപോയി ഭവനത്തിൽ കൊണ്ടുപോയി. രാത്രി ആയപ്പോഴത്തേക്കും രംഗം മാറി. ലോകത്തിന് 2 പെൺകുട്ടികളുണ്ട്. വീട് വളഞ്ഞു. വീട് വളഞ്ഞതിന് ശേഷം അവനെ പുറത്തിറക്കി കൊണ്ടുപോവാ. ഇപ്പൊ നിന്റെ വീട്ടിൽ വന്നില്ലേ അവർ രണ്ടുപേര്, അവരെ പുറത്തേക്ക് കൊണ്ടുപോവാ. കാര്യം പറഞ്ഞു, അയ്യോ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. എന്റെ വീട്ടിലൊരു ശരണത്തിനായിട്ട് അന്തി ഉറങ്ങാനായിട്ട് വന്ന ആ വ്യക്തികളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് 2 കന്യകമാരായ പെൺകുട്ടികളുണ്ട്, നിങ്ങൾ അവരെ എന്തോ ചെയ്യും. നിങ്ങൾ അവരോടൊന്നും ചെയ്യല്ലേ. ഒരു കെഞ്ചുവാണ്. എന്തിനാണെന്നറിയാവോ? ഈ പറച്ചിലും ഈ സംസാരമൊക്കെ എന്തിനാണെന്നറിയാവോ? സ്വർഗം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്വർഗം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കില്ലേ നമ്മളെ ആരും കാണുന്നില്ല എന്ന്? നമ്മളെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല. സിയോനോ പറഞ്ഞേ, സിയോൻ എന്ത് പറഞ്ഞ? യഹോവ എന്നെ മറന്നിരിക്കുന്നു. സിയോൻ പറയാം, യഹോവ എന്നെ മറന്നിരിക്കുന്നു. ആരാന്നറിയോ? ഇവ ഈ കൂട്ടത്തെയാണ് ഇതെന്ന് പറയുന്നത്. സിയോൻ എന്ന് പറയുന്നത്, ഈ സിയോൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഈ സിയോൻ ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നെടുവീർപ്പിട്ട് എന്താ കഴിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാ? നെടുവീർപ്പ്, ഉഴച്ച കണ്ണുനീര്. 3 കാര്യങ്ങളുമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരാണ് സിയോൻ. അവള് പറയാണ്, എന്താ പറയുന്നത്? യഹോവ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, യഹോവ എന്നെ ഓർക്കുന്നില്ല. കർത്താവ് പറഞ്ഞു തരാന്നറിയോ? ഇത് എല്ലാവരും പറയും. സിയോനെ, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കോ? മറക്കില്ല. ഇനി അവൾ മറന്നു തന്നെ ഇരിക്കട്ടെ, ഞാൻ നിന്നെ മറക്കില്ല. കാരണം എന്താ അറിയാവോ? കാരണം പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെ ഉള്ളവരുടെ പ്രത്യേകത എന്നറിയാവോ? കടുന്തൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ ലോകത്തിൽ നടക്കുന്ന അധർമ്മ പ്രവൃത്തികൾ അവര് കേൾക്കുവാണെങ്കിൽ അവരുടെ ജീവിതം അവസാനിച്ചു. ഒരംശം മാത്രം അവർ കേട്ടിട്ടാണ് ഇങ്ങനെ അലഞ്ഞു പോകുന്നത്. മുഴുവനായിട്ടും ദുഷ്ടത ഇന്ന് ലോകത്തിൽ നടക്കുന്നത് അവരെ കേൾപ്പിക്കാമെങ്കിൽ ഇല്ലാതെ പോകും. അതുകൊണ്ട് കർത്താവ് അവർക്ക് ഒരു വേലിയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ദുർവർത്തമാനം അവരിലേക്ക് വരാതെ, ദുർവർത്തമാനം നിമിത്തം അവർ കഷ്ടപ്പെടാതെ വണ്ണം ദൈവം അവർക്കൊരു വേലി കെട്ടിയിട്ടുണ്ട്. ഈ വേലി പൊളിയുന്നത് എപ്പോഴാണെന്നറിയോ? സിയോനായിട്ട് ആയിരിക്കുന്നവര് ചെന്ന് ഏതെങ്കിലും പാവത്തിൽ വീഴും. പാവത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളും അവരെ ചെവിയിലെത്തും. അതാണ് ദാവീദ് പറയുന്നത്, യഥാസ്ഥാനപ്പെട്ടപ്പോൾ പറയുന്നത്, കർത്താവേ, ഞാൻ ആ പാപം ചെയ്ത നാൾ മുതൽ ഞാൻ എന്ത് കേൾക്കുന്നു? ഇന്നെങ്കിലും എനിക്ക് സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. അപ്പൊ ഞാൻ കേൾക്കുന്നത് മുഴുവനും ദുർവർത്തമാനം. വലഞ്ഞു. ഈ ലോകത്തിലെ ദുഷ്ടതയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം ഓരോരുത്തർക്ക് ഓരോ മാനസികാവസ്ഥയാണ്. ചിലരത് കണ്ടില്ല, ചിലർക്ക് സാരമില്ല,
ചിലർക്ക് അത് അതിന് അതിന് വില എണ്ണുന്നു. പക്ഷെ സഹിക്കാൻ പറ്റാത്തൊരു കൂട്ടം ഇന്ന് ലോകത്തിലുണ്ട്. ഇന്ന് ലോകത്തിലുണ്ട്. അവരെയാണ് ദൈവത്തിന്റെ സിയോൻ എന്ന് പറയുന്നത്. അവരെ ദൈവം കൈവിടില്ല. അവര് പലപ്പോഴും ആവർത്തിച്ച് പറയും, ദൈവം എന്നെ കൈവിട്ടല്ലോ, ദൈവം എന്നെ കൈവിട്ടല്ലോ. അതിനും പറയുന്ന ഇല്ല, കൈവിടില്ല, കൈവിടുകയില്ല. കർത്താവ് കണ്ടിട്ടുണ്ട്, കർത്താവ് കണ്ടിട്ടുണ്ട്. നാശത്തിന് മുൻപേ അവർക്ക് തന്റെ ദൂതനെ അയക്കും. അവിടെ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ നീതി ദൈവം വെളിപ്പെടുത്തും. കർത്താവ് സോദോമിൽ തീയും ഗന്ധകവും ഇറങ്ങുമ്പോൾ അനീതിയും അധർമ്മവും കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സ് നൊന്തുപോയവനെ കർത്താവ് എടുത്തു പുറത്തു കൊണ്ടുപോയി അവന്റെ ദൃഷ്ടിക്ക് അത് കാണുവാൻ ഇടവരുത്തി. കർത്താവ് സ്തോത്രം. ദൈവത്തിന്റെ ജനമായിട്ട് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നുവല്ലോ. നമുക്ക് പലതും കേൾക്കാനും പലതും അറിയുവാനും ഈ ലോകത്തിന്റെ അനുഭവം പലതും നമ്മൾ കേൾക്കുവാൻ ഇടവന്നിട്ടുണ്ട്, അറിയുവാൻ ഇടവന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സിയോനായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഈ വേദന മുഴുവനും ഉള്ളിൽ അമർത്തി ശേഖരിച്ച് അത് ദിനം പ്രതി വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായി ഇന്ന് സിയോൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്, സന്തോഷിക്കുന്നവരുടെ സന്തോഷിപ്പീൻ, കരയുന്നവരുടെ കരയുവീൻ. അപ്പൊ സന്തോഷവും കരച്ചിലും കൂടെ ഉള്ളപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ രണ്ടും കൂടെ ഉള്ളപ്പോ എന്ത് ചെയ്യും? കർത്താവിന്റെ സഹോദരം, ഈ യുദ്ധത്തില് ആയിരക്കണക്കിന് ആളുകൾ ചത്തു കിടക്കുന്നു, ആയിരക്കണക്കിന് കുറെ പേര് ജയിച്ച് സന്തോഷിക്കുന്നു. അവിടെ ചെന്ന് അവരെന്ത് ചെയ്യും? ഇല്ല, അവർക്ക് പറ്റിയ ആളോ സിയോനാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഉള്ളൂ. ഏത്? കണ്ണുനീര് വീഴുന്ന പക്ഷം, വേദനപ്പെടുന്ന പക്ഷം, ദുഃഖിക്കുന്ന പക്ഷം. അവരെവിടെ പോയാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, നിങ്ങൾ എവിടെ പോയിരുന്നാലും തിരിച്ചു വരുമ്പോ നമ്മളൊരു ഒരു കളി കാണാൻ പോയാലും, നമ്മളൊരു സിനിമ കാണാൻ പോയാലും, നമ്മളൊരു മത്സരം കാണാൻ പോയാലും, നമ്മൾ ഏത് കാണാൻ പോയാലും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. കർത്താവിന്റെ അത് അവർക്ക് മനസ്സിലാവില്ല, അത് വേറെ ആർക്കും മനസ്സിലാവില്ല. ഇതിങ്ങനെ ഹൃദയത്തിൽ ഭാരവുമായി, ഹൃദയത്തിൽ വേദനയുമായി, ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു ഭാഷയാണത്. സിയോന്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സിയോനെ കുറിച്ച് മിണ്ടാതിരിക്കില്ല. കാരണം അവളുടെ വേദന അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. വേറെ ആർക്കും അറിയില്ല. ഇന്നും കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, സത്യത്തിൽ ഒരൊറ്റ മനുഷ്യനും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് പുറത്തറിയിച്ചിട്ട് കാര്യമില്ല, എന്നെ മനസ്സിലാക്കാൻ വേണ്ടേ? അതാണ് സംഗീതം പറഞ്ഞു, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ഒറ്റ മനുഷ്യനുമില്ല, അതുണ്ടാവില്ല. ഒറ്റ മനുഷ്യനുമില്ല. വലത്തോട്ട് നോക്കി കാണുമ്പോ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, ഉണ്ടാവില്ല. പക്ഷെ ഒരുവനുണ്ട്. യേശു പറഞ്ഞല്ലോ, ഞാൻ ഹൃദയത്തിന്റെ ഉൾപ്പോടെ അറിയുന്നവനെന്ന് സഭകളറിയും, സകല സഭകളും അറിയും. സഭയായിട്ട് ഒരുത്തനുണ്ടെങ്കിൽ അവനറിയും. കാരണം അവൻ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വരുമ്പോ, എന്റെ ഹൃദയത്തിലെ അതിവേദന ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്, അതാണല്ലോ പറഞ്ഞത്. അത് ആ വചനം വന്നത് യേശുവിൽ നിന്നാണല്ലോ. അവൻ സത്യം, മാറ്റമില്ല. അവൻ ആരാണ്? മനുഷ്യന്റെ ഹൃദയത്തിൽ ഉൾപ്പോടെ അറിയുന്നവനാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ജനമേ, കർത്താവിന്റെ സ്തോത്രം. നമുക്ക് പുറമേ ഒരു മുഖമുണ്ട്, രഹസ്യമായിട്ടൊരു മുഖമുണ്ട്. ആരെയും അറിയിക്കാത്ത ഒരു മുഖമുണ്ട്, രഹസ്യമായിട്ടൊരു ഹൃദയാവസ്ഥയുണ്ട്. ദൈവം അതറിയുന്നു. അതിനെ തൊട്ടിട്ടാണ് കർത്താവ് സംസാരിച്ചതെന്ന് എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ കർത്താവേ, ഞങ്ങൾ കരയുന്നതോട് കരയാൻ, സന്തോഷിക്കുന്നതോട് സന്തോഷിക്കാൻ കർത്താവ് പറഞ്ഞല്ലോ. ഞാൻ എവിടെ സന്തോഷിച്ചിട്ടുണ്ട് കർത്താവ്? ചിരിക്കും, എല്ലാവരോടും കൂടി ഒരു ഒച്ചയുണ്ടാക്കും, അല്ലെങ്കിൽ അഭിനയിക്കും. പക്ഷേ സന്തോഷിച്ചിട്ടുണ്ടോ? ഹൃദയത്തോട് സന്തോഷിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. പുറമെ എത്ര അഭിനയിച്ചാലും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണ് അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളൂ, ഇന്ന് ജീവിതത്തിലായിരിക്കുന്നുള്ളൂ.
ഒരു ദിവസം മുമ്പോട്ട് പോകുന്നുള്ളൂ. ദൈവം ആ കണ്ണുനീര് കാണുന്നു. കുട്ടികളെ മടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇന്ന് നമ്മെ സന്ദർശിക്കട്ടെ. കർത്താവ് നമ്മെ കേൾപ്പിച്ച വചനം എത്രയോ ശ്രേഷ്ഠം, എത്രയോ പവിത്രം, എത്രയോ ഭയങ്കരം. കർത്താവിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. സിയോൻ എന്ത് പറയുന്നു? യഹോവ എന്നെ മറന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇല്ല, ഇല്ല. സിയോൻ പറയുന്നു, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നതിന് ആരുമില്ലല്ലോ. ആരുമില്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല. സിയോനെ അറിയുന്ന ഒരുവനുണ്ട്. ഇന്ന് സഭാപത്യമുണ്ട്, സഭയ്ക്ക് തലയായിട്ടുണ്ട്, സഭയ്ക്ക് അടിസ്ഥാനമായിട്ടുണ്ട്. യേശു ഇവിടെ ഉണ്ടല്ലോ. ഓ ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉൾപ്പോടെ അറിയുന്നവനെന്ന് സഭകൾ അറിയുമെന്നാണ് കർത്താവിൻ. ഇന്ന് അത് വെളിപ്പെട്ടിരിക്കുന്നല്ലോ, ഇന്നത് വെളിപ്പെട്ടിരിക്കുന്നല്ലോ. നാമങ്ങൾ ബന്ധനം വഴി മാറട്ടെ, ആ ദുഃഖം നീങ്ങട്ടെ, കാലം നീങ്ങട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കാനല്ല, ഇങ്ങനെ അവസാനിച്ച് പോകാനല്ല കർത്താവിന്റെ നിശ്ചയം. കർത്താവിന്റെ നിശ്ചയം വേറൊന്നാണ്. കർത്താവിന്റെ നിശ്ചയം വേറൊന്നാണല്ലോ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, ഇന്ന് കർത്താവെ ഞങ്ങൾ അഭിനയിക്കുന്നു. ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടുമ്പോൾ കർത്താവെ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് ഭാവിക്കുന്നു. എല്ലാം ഉണ്ട് കർത്താവെ, എല്ലാം ഉണ്ട് കർത്താവെ. അപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളം തേങ്ങുന്നത് കർത്താവ് കാണുന്നല്ലോ, എന്റെ കർത്താവ് കാണുന്നല്ലോ. കർത്താവെ, ഈ ലോകം ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ത്? ഇനി ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങൾ ആര്? എന്നാൽ എന്റെ കർത്താവെ, നാഥ, മതി ദൈവമേ, മതി ദൈവമേ. കണ്ണുനീര് കരയുന്നതോടുകൂടി കരയാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ വചനം ഞങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ എന്ന് ചിരിക്കും, എന്ന് ഞങ്ങളെ കണ്ണുനീര് തോരും. എന്റെ കർത്താവിനെ കണ്ടിട്ടല്ലാതെ, എന്റെ കർത്താവിനോട് ചേർന്നിട്ടല്ലാതെ ഈ കണ്ണുനീര് തിരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ ഗീതം പോലെയല്ലേ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെയല്ലേ നിത്യം എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യേശുവേ. എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യേശുവേ. എന്റെ ഗീതം പോലെയല്ലേ നിത്യം നടത്തിയിടണമേ. എന്റെ ഗീതം പോലെയല്ലേ നിത്യം നടത്തിയിടണം. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. നിശ്ചയം നിങ്ങൾ ചിരിക്കും. ഈ ലോകത്ത് നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ സിയോനാണ്. ഈ ലോകത്തെ കണ്ടും കേട്ടും അനുഭവിച്ചു. ദിനം പ്രതി, നിമിഷം പ്രതി ഹൃദയം വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ സിയോനെ ദൈവം കാണും. അവൾ പറയുന്നു, ദൈവം എന്നെ മറന്നിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. അങ്ങനെയല്ല, ഹൃദയത്തിന്റെ ഉൾപ്പുകളെ അറിയുന്നവൻ, സ്വർഗത്തിൽ വസിക്കുന്നവൻ, അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ളവൻ, സകലത്തിനും തന്റെ സഹോദരന്മാരുടെ സദസ്യനാകാൻ ഈ ലോകത്തിലേക്ക് വന്നവൻ യേശു ഉൾപ്പുകളെ അറിയുന്നു. അവൻ പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. നിന്റെ സങ്കടം അറിയുന്നു, നിന്റെ ഹൃദയാവസ്ഥ അറിയുന്നു. പ്രാർത്ഥിക്കാം.